ഭൂമിയിൽ അധികം ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത, എന്നാൽ സ്വർണം, ധാതുലവണങ്ങൾ, ഓയിൽ എന്നിവയുടെ വലിയ സമൃദ്ധിയുമുള്ള ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശം ഏതാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? അതാണ് സൈബീരിയ. റഷ്യയുടെ തന്നെ 2/3 സ്ഥിതി ചെയ്യുന്ന ഈ വലിയ സൈബീരിയൻ പ്രദേശത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു യാത്ര സംഘടിപ്പിക്കുകയാണ്. ഏത് വ്യക്തിയും മോഹിപ്പിക്കുന്ന ട്രാൻസ് സൈബീരിയൻ റെയിൽവേ യാത്ര. ഏകദേശം 10,000 കിലോമീറ്റർ നീളം, അതും വിവിധങ്ങളായ 8 ടൈം സോണുകൾ, 815ഓളം ബ്രിഡ്ജുകൾ, മൗണ്ടനുകൾ, ലാൻഡ്സ്കേപ്പുകൾ, വിവിധ തടാകങ്ങൾ എന്നിവയിലെ മാറിമറിയുന്ന വലിയ കാഴ്ച സമ്മാനിക്കുന്ന ഭൂമുഖത്തിൽ തന്നെ ഏറ്റവും സുന്ദരമായ ഒരു പ്രദേശമാണ് ഈ ട്രാൻസ് സൈബീരിയൻ പ്രദേശം. ഈ ട്രാൻസ് സൈബീരിയൻ യാത്രയ്ക്ക് ഞങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന സമയം മഞ്ഞുകാലം കഴിയാറായി സ്പ്രിംഗ് തുടങ്ങുന്നതിന് മുമ്പുള്ള വലിയ വസന്തകാലത്തിലാണ്. ഈ യാത്ര ആരംഭിക്കുന്നത് മോസ്കോയിൽ നിന്നാണ്. കൊച്ചിയിൽ നിന്ന് എമിറേറ്റ്സിൽ ആരംഭിച്ച് മോസ്കോയിൽ വന്നിറങ്ങുന്ന നമുക്ക് മോസ്കോയിലെ ഒരു അടിപൊളി ഡാൻസും ഡിന്നറും, അതുപോലെ മോസ്കോയിലെ മറ്റെല്ലാ കാഴ്ചകളും, അവിടുത്തെ ഭൂഗർഭ ടണൽ, ഭൂഗർഭ ന്യൂക്ലിയർ ബങ്കർ എന്നീ കാഴ്ചകൾക്ക് ശേഷം നമ്മുടെ യാത്ര, സൈബീരിയൻ യാത്ര തുടങ്ങുകയാണ്. ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത, പകൽ മുഴുവനും ഏതെങ്കിലും സിറ്റിയിൽ വന്നിറങ്ങുകയും ആ സിറ്റിയിലെ എല്ലാ കാഴ്ചകളും കാണിച്ചുകൊണ്ടാണ് വൈകുന്നേരങ്ങളിൽ നമ്മൾ ഈ ഫസ്റ്റ് ക്ലാസ് കൂപ്പയിൽ ഏറ്റവും രാജകീയമായി നാം യാത്ര ചെയ്യുന്നത്. ഈ യാത്ര ആരംഭിക്കുന്നത് റഷ്യയിൽ നിന്നും ആദ്യം കസാനിലേക്ക് പോകുന്നു. ഈ കസാൻ വോൾഗ നദിയുടെ തീരത്തുള്ള വളരെ സുന്ദരമായ പ്രദേശമാണ്. ഈ കസാനിലെ മുഴുവൻ യാത്രകൾ കാണും. കസാനിലെ കാഴ്ചകൾക്ക് ശേഷം നാം എത്തിച്ചേരുന്നത് യെക്കത്തെറിൻബർഗ് ആണ്. ഈ യെക്കത്തെറിൻബർഗ് ആണ് യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന പ്രദേശം. യെക്കത്തെറിന്റെ കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ചൊന്ന് ചരിത്രത്തിലേക്ക് പോകാം. റോമനോവ് ചക്രവർത്തിയായ നിക്കോളാസ് രണ്ടാമനാണ് 1916 ഈ ട്രാൻസ് സൈബീരിയൻ റെയിൽ ഉണ്ടാക്കിയത്. ഈ ബോൾഷെവിക് റവല്യൂഷനിൽ 1918 അദ്ദേഹം കൊല്ലപ്പെട്ടു. അദ്ദേഹം കൊല്ലപ്പെട്ട പ്രദേശമാണ് ഈ യെക്കത്തെറിൻബർഗ്. അവിടെ അദ്ദേഹം കൊല്ലപ്പെട്ടവരുടെ സ്ഥലത്ത് ഉണ്ടാക്കിയ മോണുമെന്റ്സും അതുപോലെ തന്നെ ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന കാഴ്ചകളുമാണ് ഈ യെക്കത്തെറിൻബർഗിലുള്ളത്. ആ യെക്കത്തെറിൻബർഗിൽ നിന്നും യുറാൽ മലനിരകൾ കാണാം. ആ യുറാൽ മലനിരകൾക്ക് ശേഷമാണ് ഈ സൈബീരിയൻ പ്രദേശം ആരംഭിക്കുന്നത്. അതിലാദ്യം വന്നിറങ്ങുന്നത് നോവോസിബിയർസ്കിലാണ്. ഈ നോവോസിബിയർസ്കിനെ കുറിച്ച് പറയുന്നത് ദ ഗേറ്റ് വേ ഓഫ് സൈബീരിയ എന്നാണ്. ഈ റഷ്യയുടെ തന്നെ ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രദേശമാണ് ഈ പ്രദേശം. അതുകൊണ്ട് അധികം ആർക്കൊന്നും ഈ പ്രദേശങ്ങളിലേക്ക് പോകാൻ അനുവാദം ലഭിച്ചിരുന്നില്ല. കാരണം അവിടെ വളരെയധികം സ്വർണത്തിൻ്റെയും ധാതുലവണങ്ങളുടെയും വലിയ നിക്ഷേപമുള്ള വലിയ പ്രദേശമായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്താണ് ഈ പ്രദേശം സഞ്ചാരികൾക്കായി തുറക്കുന്നത്. ആ പ്രദേശത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതും ലോകത്തിലെ തന്നെ ഏറ്റവും തണുപ്പേറിയ പ്രദേശത്ത് നമുക്ക് സൗഖ്യമാവുന്ന തണുപ്പിലൂടെയാണ് നാം യാത്ര ചെയ്യുന്നത്. ആ പ്രദേശത്താണ് റഷ്യയുടെ തന്നെ ഏറ്റവും വലിയ ന്യൂക്ലിയറും അതുപോലെ ബന്ധപ്പെട്ട വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്ഥാപനങ്ങളും അവരുടെ ഫാക്ടറികളും സ്ഥിതി ചെയ്യുന്നത്. ഈ നോവോസിബിയർസ്കിൽ അവിടുത്തെ കാഴ്ചകൾക്ക് പുറമെ റഷ്യയുടെ ഏറ്റവും പ്രസിദ്ധമായ ഓപ്പറ ബാലറ്റ് ഷോ നിങ്ങൾക്ക് കാണുന്നതിനുള്ള അവസരമുണ്ട്. അവിടെയുള്ള ഹോട്ടലിൽ നമ്മൾ താമസിക്കും. ഇവിടെ നിന്നാണ് സൈബീരിയയുടെ ഏറ്റവും ചങ്കായ പ്രദേശമായ ഇർകുസ്കിലേക്ക് നമ്മൾ യാത്ര പെടുമെന്ന്. ഈ ഇർകുസ്കാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ആഴം കൂടിയതും ഏറ്റവും വീതിയുമുള്ള ഫ്രഷ് വാട്ടർ ലേക്കായ ബെയ്ക്കൽ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ആ ബെയ്ക്കൽ ലേക്ക് ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ അത്രയില്ലെങ്കിലും ഏകദേശം അത്ര സൈസിലുള്ള മഞ്ഞുമൂടി കിടക്കുന്ന ആ ബെയ്ക്കൽ ലേക്ക് നമുക്ക് കാണുന്നതിനുള്ള അവസരമുണ്ട്. നിങ്ങൾ കണ്ടു കാണും, ഈ അടുത്ത കാലത്ത് ചിത്രീകരിക്കപ്പെട്ട ഹിന്ദി ചിത്രമായ പത്താൻ ഷൂട്ട് ചെയ്തത് ഈ ബെയ്ക്കൽ ലേക്ക് പ്രദേശത്താണ്. അവിടുത്തെ ബെയ്ക്കൽ മലനിരകളുണ്ട്. അങ്ങനെ അനവധി മലനിരകൾ താണ്ടിയുള്ള അനവധി ലേക്കുകൾ കാണിച്ചുകൊണ്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ പ്രദേശത്തേക്കാണ് നമ്മുടെ യാത്ര പോകുന്നത്. ആ ട്രാൻസ് സൈബീരിയൻ യാത്ര ഇർകുസ്കിൽ നിന്നും പിന്നീട് അവിടെ റഷ്യ കടന്ന് മംഗോളിയയിലേക്ക് എത്തിക്കുകയാണ്. ഈ മംഗോളിയയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ട്രെയിൻ മാറും. അത് ട്രാൻസ് മംഗോളിയൻ ആയിരിക്കും. മംഗോളിയയിലെ ഏറ്റവും പ്രധാന ആകർഷണമായ ഗോബി ഡെസേർട്ടിലെയാണ് നമ്മൾ പോകുന്നത്. അവിടുത്തെ നൊമാഡ്സിന്റെ കൂടെ ഒരു ദിവസം ആ ഗോബി ഡെസേർട്ടിലെ ക്യാമ്പ് ചെയ്യുന്നതിനും അവരുടെ ഭക്ഷണവും അവരുടെ ഡാൻസും ഒക്കെ ആസ്വദിക്കാനുള്ള വലിയ അവസരം കൂടിയുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റാച്ചു ആയ നമ്മുടെ ചെങ്കിസ് ഖാന്റെ സ്റ്റാച്ചുവും
ഈ ഉലമ്പത്താറിലാണ്. അതെല്ലാം കാണുന്നതിനുള്ള അവസരമുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് എയർ മംഗോളിയയിൽ നമ്മൾ ഹോങ്കോങ്ങിൽ എത്തിച്ചേരും. 2 ദിവസം ഹോങ്കോങ്ങിൽ ചെലവഴിക്കും. ഹോങ്കോങ്ങിലെ സിറ്റി കാഴ്ചകളും അവിടുത്തെ കേബിൾ കാറും ആ കാഴ്ചകൾ കണ്ട് ഈ സൈബീരിയൻ, മംഗോളിയൻ, ഹോങ്കോങ് യാത്രയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അതിനുള്ള നല്ല ഒടുപിരി നല്ല ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് നാം അവിടെ നിന്ന് തായ് എയർവേസിൽ നാം കൊച്ചിയിൽ എത്തിച്ചേരും. അങ്ങനെ 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് ഞങ്ങളുടെ ഈ അന്റാർട്ടിക്ക എക്സ്പെഡീഷന് ശേഷം ഞങ്ങൾ മലയാളികൾക്ക് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നത്. ഈ യാത്രകൾക്ക് വളരെ ചുരുങ്ങിയ സീറ്റുകളേ ഉള്ളൂ. ഏറ്റവും വേഗത്തിൽ ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തുക. കേരളത്തിൽ നിന്ന് പോകുന്ന ഈ ചരിത്ര യാത്രയിൽ നിങ്ങളും പങ്കാളിയാകുക. നിങ്ങളെ ഏവരെയും സാദരം ക്ഷണിക്കുന്നു.